ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ ഉഗ്ര നരസിംഹായ നമ. എല്ലാവർക്കും ആസ്ട്രോളജിക്കൽ മെഡിറ്റേഷനിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഉത്രാടം അവസാന 3 പാദം, തിരുവോണം അവിട്ടം ആദ്യ പകുതി, അതായത് മകരം രാശിയുടെ ഏപ്രിൽ മാസഫലമാണ് പറയുന്നത്. മകരം രാശിക്കാരുടെ രാശിനാഥനായ ശനി 2025 മാർച്ച് മാസം 30-ന് രാശിമാറ്റം നടത്തുന്നതിനാൽ മകരം രാശിക്കാരുടെ 7.5 ശനി ദോഷം തീർത്തും ഇല്ലാതാവുന്ന ഒരു വലിയ സന്തോഷ വാർത്തയാണ് ഈ മകരം രാശിക്കാരെ കാത്തിരിക്കുന്നത്. 7.5 ശനിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഇനിയുള്ള വർഷങ്ങളിൽ ജീവിത സൗഖ്യം അനുഭവിക്കാനായി കാത്തിരിക്കുന്ന ഈ മകരം രാശിക്കാരുടെ ഏപ്രിൽ മാസത്തെ ഫലം വളരെ നേട്ടങ്ങൾ നിറഞ്ഞതാണ്. എങ്കിലും വ്യാഴമാറ്റം മെയ് പകുതിയോടുകൂടി സംഭവിക്കുന്നുണ്ട്. ആയതിനാൽ ആസ്ട്രോളജിക്കൽ മെഡിറ്റേഷനിലൂടെ ഈ നവഗ്രഹ ദോഷങ്ങളെയെല്ലാം സ്വയമേവ പൂർണ്ണമായും ഇല്ലാതാക്കുന്നത് എങ്ങനെയെന്ന് ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. വ്യാഴം 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഇപ്പോഴുള്ള ഫലം വളരെ നല്ലതു തന്നെയാണ്. മനസ്സിന് സംതൃപ്തി, സാമ്പത്തിക നേട്ടം, ജോലിയിലുള്ള ഉയർച്ച, മനസ്സിനിണങ്ങുന്ന സ്ഥലത്തേക്കുള്ള സ്ഥലം മാറ്റം, വിവാഹം, പ്രണയ സാഫല്യം, ബന്ധുജനപ്രീതി, ദാമ്പത്യ സുഖം, വിശേഷ വസ്ത്രാഭരണ സൗഭാഗ്യം, രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് ജനപ്രീതി തുടങ്ങി വളരെ മികച്ചതും അനുകൂലവുമായ ഫലങ്ങളാണ് ഈ 2025 ഏപ്രിൽ മാസം നിങ്ങളെ കാത്തിരിക്കുന്നത്. തടസ്സങ്ങൾ മാറ്റുന്നതിനായി ഗണപതി ഹോമം, കർഗമാല, വിഷ്ണു ക്ഷേത്രത്തിലോ തൃക്കൈവെണ്ണ, സുദർശന മന്ത്ര പുഷ്പാഞ്ജലി തുടങ്ങിയ വഴിപാടുകളും, കാളി ദേവിക്ക് ശത്രു സംഹാര പുഷ്പാഞ്ജലി തുടങ്ങിയ വഴിപാടുകളും നടത്തേണ്ടതാണ്. ഈ വഴിപാടുകൾ നടത്തുമ്പോൾ ചെറിയ മാറ്റം അനുഭവപ്പെടുമെങ്കിലും പൂർണ്ണമായും മകരം രാശിക്കാരുടെ എല്ലാ ദോഷങ്ങളും സ്വയമേവ ഇല്ലാതാക്കി സമ്പൂർണ്ണ സൗഭാഗ്യം കൈവരുത്തുന്നതിനായി ആസ്ട്രോളജിക്കൽ മെഡിറ്റേഷനിലൂടെ എങ്ങനെ സ്വയമേവ സാധ്യമാക്കാമെന്ന് ഇനി പറയാം. എല്ലാ ദിവസവും 1 നാഴിക നേരം, അതായത് 20 മിനിറ്റ് സമയമെങ്കിലും ആസ്ട്രോളജിക്കൽ മെഡിറ്റേഷൻ നിരന്തരമായി പരിശീലിക്കേണ്ടതാണ്. 108 ദിവസങ്ങൾ തുടർച്ചയായുള്ള ഈ ധ്യാനമുറയിലൂടെ നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ തരത്തിലുമുള്ള നവഗ്രഹ ദോഷങ്ങളിൽ നിന്നുള്ള പരിപൂർണ മുക്തി സ്വയം അനുഭവവേദ്യമാകുന്നതുമാണ്. കൂടുതൽ വിവരണങ്ങളില്ലാതെ ഇനി നമുക്ക് നേരിട്ട് ധ്യാനത്തിലേക്ക് കടക്കാം. ആദ്യമായി സുഖാസനസ്ഥനാവുക, അതായത് നടുവ് നിവർന്നിരിക്കുക. സാവധാനം കണ്ണടച്ചുകൊണ്ട് അനുലോമ വിലോമം എന്ന പ്രാണായാമം ചെയ്യാവുന്നതാണ്. ഈ പ്രാണായാമം ചെയ്യാൻ അറിയില്ലെങ്കിൽ ദീർഘമായി ശ്വാസനിശ്വാസം നടത്തിയാൽ മതി. ദീർഘമായി ശ്വസിക്കേണ്ടതാണ് എന്നർത്ഥം. ഇപ്രകാരം ദീർഘനിശ്വാസം നടത്തുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ഒരു കുരങ്ങനെ പോലെ ഒരു മരക്കൊമ്പിൽ നിന്നും വേറൊരു മരക്കൊമ്പിലേക്ക്, ആ മരക്കൊമ്പിൽ നിന്നും തൂങ്ങിയാടി പിന്നീട് വേറൊരു കൊമ്പിലേക്ക് എന്ന വണ്ണം മനസ്സ് ഓരോ കാര്യങ്ങളിൽ നിന്നും വേറെ കാര്യങ്ങളിലേക്ക് മാറി മാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ആ മനസ്സിനെ നമ്മൾ വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതും ശ്വാസം പുറത്തേക്ക് വിടുന്നതും മാത്രം ശ്രദ്ധിക്കുക. വീണ്ടും കുറച്ചു കഴിയുമ്പോൾ മനസ്സ് മറ്റുള്ള വിഷയങ്ങളിലേക്ക് പോയാലും വീണ്ടും മനസ്സിനെ തിരിച്ചു കൊണ്ടുവന്ന് ശ്വാസോച്ഛ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ആദ്യത്തെ 2 ആഴ്ചകളിൽ എല്ലാ ദിവസവും തുടർച്ചയായി 20 മിനിറ്റ് നേരം ഈ ശ്വാസനിശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മനസ്സിനെ പഠിപ്പിക്കുക. ഇതാണ് ആസ്ട്രോളജിക്കൽ മെഡിറ്റേഷന്റെ ആദ്യത്തെ ധ്യാനമുറ. അടുത്ത വീഡിയോയിലൂടെ ഈ ആസ്ട്രോളജിക്കൽ മെഡിറ്റേഷന്റെ 2ാമത്തെ ധ്യാനമുറ പരിചയപ്പെടുത്തുന്നതാണ്. എല്ലാവർക്കും ഉഗ്ര നരസിംഹമൂർത്തിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം.